നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യമൃഗ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം നടന്നത് 12-ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പങ്കെടുക്കുന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെത്തിയ ജനപ്രതിനിധികൾ അതാത് മേഖലകളിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. കാഞ്ചിയാർ കോവിൽമലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൃഷികൾ നശിപ്പിച്ചു. വന്യജീവികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ സർക്കാരും വനം വകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന്റെ പുരോഗതിക്കായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായി പീരുമേട് MLA വാഴൂർ സോമൻ. വനം വകുപ്പ് തടസ്സം നിൽക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA. ഹൈറേഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് പോലീസ്. അടിസ്ഥാനമില്ലാത്ത ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കരുതെന്ന് കട്ടപ്പന DYSP PV ബേബി. വിശദമായ വാർത്തകൾ. വന്യമൃഗ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്നു. 12-ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പങ്കെടുക്കുന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായാണ് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം നടന്നത്. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെത്തിയ ജനപ്രതിനിധികൾ അതാത് മേഖലകളിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, മൂന്നാർ, ദേവികുളം, ബൈസൺ വാലി തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രതിസന്ധികളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. ഓരോ പഞ്ചായത്തിലെയും പ്രതിസന്ധികൾ ജനപ്രതിനിധികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഇവർ മുൻപോട്ട് വെച്ചു. നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതും പ്രതിരോധ മാർഗങ്ങൾ വേഗത്തിലാക്കുന്നതിനും നടപടി വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. റിവ്യൂ മീറ്റിംഗ് എന്ന രീതിയിലാണ് യോഗം സംഘടിപ്പിച്ചതെന്നും യോഗത്തിൽ താൻ തൃപ്തനല്ലെന്നും ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. മന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഒന്നും തന്നെ വേഗത്തിലാകുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ സമരപരിപാടികൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയ ആളാണ്. അപ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അയച്ച കത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതിൻ്റെ അപ്ഡേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആരാഞ്ഞത്. പ്രത്യേകിച്ചും മന്ത്രി തന്നെ നൽകിയതായ ഉറപ്പുകളിൽ പലതും ഇപ്പോഴും അത് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. തീർച്ചയായും നമുക്ക് ഉടനടിയുള്ള തീരുമാനങ്ങളും അത് യാഥാർത്ഥ്യമാവുക എന്നുള്ളതാണ്. RRTയുടെ കാര്യത്തിൽ ഇപ്പോൾ മൂന്നാർ മേഖലയിൽ 2 RRT ആണുള്ളത്. ഒന്ന് മൂന്നാർ മേഖലയിലും മറ്റൊന്ന് ചിന്നക്കനാലിലും. മറ്റൊരു സ്പെഷ്യൽ RRTയുടെ സ്ഥാപിക്കുമെന്നുള്ളത് നേരത്തെയുള്ള പ്രഖ്യാപനമാണ്. പക്ഷേ ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ആയിട്ടില്ല. നമ്പർ 2, ഈ മേഖലകളിൽ കൃത്യമായ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക, അത് സംബന്ധിച്ചിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഡ്രോൺ സർവേ ചിന്നക്കനാൽ മേഖലയിൽ മാത്രം പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. പക്ഷേ സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പിലാക്കുകയും അതിൻ്റെ ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റിയിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും ഗവൺമെൻറ് എന്നുള്ളതാണ്. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് ലഭിച്ചിട്ടുള്ള മറുപടി. അങ്ങനെ മന്ത്രി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇതിലെല്ലാം ഒരിയായി കാട്ടാനക്കൂട്ടങ്ങളെ നാട് കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എന്ത് എന്നുള്ളതിന് വ്യക്തമായ യാതൊരു ഉത്തരവും ഇല്ല എന്നുള്ളതാണ്. ഒരു റിവ്യൂ മീറ്റിങ്ങിൻ്റെ ഒരു സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരുടെ ആശങ്കകൾ, മറ്റ് ജനപ്രതിനിധികൾ അവരുടെ ആശങ്കകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി. പക്ഷേ ആത്യന്തികമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള ഒരു പാളിച്ച പരിഹരിച്ചില്ല എങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഈ മാസം 12-ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും. തുടർന്ന് പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കും. യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ, ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു. കാഞ്ചിയാർ കോവിൽമലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൃഷികൾ നശിപ്പിച്ചു. 10 ദിവസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് ആന കൃഷികൾ നശിപ്പിക്കുന്നത്.
കോവിൽമല മരുതൻചുവട്ടിൽ ജനവാസ മേഖലയിൽ ഒറ്റയാനായി വിലസുന്ന കാട്ടാനയാണ് മേഖലയിലെ കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിച്ചത്. മേഖലയിലെ കൃഷിയിടങ്ങളിലുള്ള ഏലം, വാഴ, തെങ്ങ് തുടങ്ങിയ കൃഷികൾ കാട്ടാന നശിപ്പിച്ചതായി പ്രദേശവാസിയായ വിജയമ്മ പറഞ്ഞു. എൻ്റെ പറമ്പിലെ തെങ്ങ്, വാഴ, ഏലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പോയിരിക്കുന്നത്. കുടികൾ അവിടെ ഇവിടെയെല്ലാം ഒടിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെയായാൽ നമുക്ക് ജീവിതം ബുദ്ധിമുട്ടാണ് മോനെ. ഞങ്ങൾ വന്നിട്ടിപ്പം വർഷം 19ഓളമായി. നമുക്ക് കിടപ്പാടമില്ലെങ്കിൽ നമുക്ക് ജീവിതം പറ്റിയല്ല. ഇന്നും 65 വയസ്സായെങ്കിലും കൂലിപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. എൻ്റെ മോനിവിടെ ഇല്ല. ആ മോൻ ഇച്ചിരി അകലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഉള്ളൂ ഇവിടെ. ഇതേ രീതിയിൽ ഈ കാട്ടാന വന്നു കഴിയുമ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്ക് ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും പേടിയുണ്ട്. പിന്നെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അയൽവക്കംകാരെല്ലാം കൂടെ കൂടി വന്ന് എൻ്റെ പറമ്പിൽ നിന്ന് ഓടിച്ചു വിടുമായിരുന്നു. പ്ലാന്തോട്ടത്തിൽ വിജയമ്മ ഭാസ്കരൻ, കിഴക്കനാത്ത് ബിനോയ്, സഹോദരൻ ബിൻസ്, മണ്ണാത്തിപ്പാറയിൽ അപ്പു എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കാട്ടാന നശിപ്പിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. ഈ പ്ലാവിൽ ചക്ക ഉണ്ടായിരുന്നു, ചക്ക പറിക്കുക, ഇതിൻ്റെ അത് ഏലം മൊത്തം കളയുകയും അതുപോലെ തന്നെ വാഴ കളയുകയും വാഴ ഒരുപാട് കളയുകയും ചെയ്തു. അതുപോലെ തന്നെ തൊട്ടടുത്ത് പറമ്പിൽ കയറി വിജയ ഭാസ്കരൻ്റെ പറമ്പിൽ കയറി തെങ്ങ് പറിക്കുകയും അതിൻ്റെ തൊട്ടടുത്ത പറമ്പിലായ അപ്പുവിൻ്റെ പറമ്പിൽ കയറി അവിടുത്തെ നിന്ന് ഒരു തെങ്ങ് പറിക്കുകയും അനിയൻ്റെ പറമ്പിലെ വാഴയും ഒരുപാട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ നിങ്ങൾ കൃഷി സ്ഥലത്ത് വന്നപ്പോഴാണ് കയറിയത്? തെങ്ങ് മറിഞ്ഞ് ഇവിടുത്തെ സൗണ്ട് കേട്ടുകൊണ്ടാണ് നോക്കുന്നത്. അന്നേരം ആന തെങ്ങ് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റയാനാണോ അതോ കൂട്ടമായിട്ടാണോ? ഒറ്റയാനായിരുന്നു. അപ്പു എന്നയാളുടെ പുരയിടത്തിലെ തെങ്ങ് മറിച്ചിടുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ ആനയെത്തിയതറിഞ്ഞത്. തുടർന്ന് ബഹളമുണ്ടാക്കി ആനയെ തുരത്തുകയായിരുന്നു. വനത്തിലേക്ക് ആന കയറിപ്പോയെങ്കിലും വീണ്ടും തിരികെ വരുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾ. വന്യജീവി ശല്യത്തിൽ സ്വൈര്യജീവിതം നഷ്ടമായിരിക്കുകയാണ് കാഞ്ചാർ കോവിൽമല മരുതൻചുവട്ടിലെ 100ഓളം കുടുംബാംഗങ്ങൾക്ക്. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ ഭയത്തോടെയാണ് ഇവർ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നത്. ആദിവാസികൾ ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജനവാസ മേഖലയാണ് കോവിൽമലയിലെ മരുതൻചുവട്. ഇടുക്കി വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണെങ്കിലും മുൻപെങ്ങുമില്ലാത്ത തരത്തിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത്. ഇവിടെ ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയിൽ ഇത്രയും സുരക്ഷിതമില്ല. അത് ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടുണ്ട് കമ്പി. അതിന് ആനയ്ക്ക് ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാനും ജനങ്ങളെ സംരക്ഷിക്കാനും ഉള്ള ഈ വനം വകുപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഇതിനുവേണ്ടി ശ്രമിക്കണം. ഇത് വോട്ട് കൊടുത്ത് നമ്മൾ വെറും ഇതല്ലല്ലോ, നമ്മൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ച് വിട്ടു. ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ്. നമുക്കിപ്പോൾ കുളിക്കാൻ വെള്ളമില്ല, നമ്മൾ ആറ്റിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ആറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ അതിക്രമങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് വയസ്സായ അമ്മമാരുണ്ട്, അവർക്ക് ചിലപ്പോൾ ഓടാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ അതിന് നമ്മുടെ വനം വകുപ്പോ അല്ലെങ്കിൽ അതിന് നമ്മുടെ സർക്കാരോ അതിന് നടപടി സ്വീകരിച്ച് ഞങ്ങളുടെ ജീവന് ഞങ്ങളെ രക്ഷ തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാട്ടാന കൂട്ടമെത്തി കൃഷി നശിപ്പിച്ചിട്ടുള്ള ഓർമ്മയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇതിനുശേഷം ഈ വർഷമാണ് ആന ജനവാസ മേഖലയിലെത്തുന്നത്. പ്രധാനമായിട്ട് സർക്കാരിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ വോട്ട് ചെയ്യാനുള്ളൊരു, ഞാനൊരു CPM-കാരനാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. നമ്മുടെ വീട് പോലും സർക്കാരും എന്താ ചെയ്യുക, നമുക്ക് പറമ്പിൽ ആനയും കൂടെ കാണാൻ തുടങ്ങി ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല. ചേമ്പ കാച്ചില ചെയ്യാൻ ഒരു സാധനം നടാൻ പറ്റുന്നില്ല. ഏലം അതും തിന്നാൻ തുടങ്ങി, വാഴയും തിന്നാൻ തുടങ്ങി. ഇനി എന്നാ നമ്മൾ കിടന്നു? അതുകൊണ്ട് സർക്കാരിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഇതിന് അടിയന്തര ട്രെഞ്ച് ഉണ്ടാക്കുക, അല്ലെ കറണ്ട് കൊടുക്കുക, അല്ലെ വാള് വെക്കുക, എന്തെങ്കിലും ഇതിലൊക്കെ അടയ്ക്കാനുള്ള പരിപാടി. വനാതിർത്തിയിൽ പുല്ല് ശേഖരിക്കാൻ പോയ വയോധികനെ കരടി ആക്രമിച്ചത് ഏതാനും നാളുകൾക്ക് മുൻപാണ്. പിന്നാലെ പുലിവർഗത്തിൽപ്പെട്ട ജീവി വളർത്തുനായിയെ കൊലപ്പെടുത്തി. ഈ ഭീതി ഒഴിയും മുൻപാണ് ആനയും ജനവാസ മേഖലയിൽ എത്തുന്നത്. കൃഷിയിടത്തിലേക്ക് ആന എത്തുന്നത് തടയാൻ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഈ ഫെൻസിങ് ഇത് പ്രവർത്തനമായിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി ആനശല്യം കുറവാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രെഞ്ച് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു പ്രയോജനമാണ്. ആന എത്തിയാൽ പടക്കം പൊട്ടിച്ച് തുരത്തിയാൽ മതിയെന്ന നിർദ്ദേശം നൽകി പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നാട്ടുകാർക്ക് അമർഷമുണ്ട്. കാട്ടാന നശിപ്പിച്ച വിളകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. വന്യജീവികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ സർക്കാരും വനം വകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. പോലീസിനെ കൊണ്ട് ജനപ്രതിനിധികളെ തല്ലിച്ചതച്ചും ജനങ്ങളെ പെരുവഴിയിൽ ഓടിച്ചിട്ട് മർദ്ദിച്ചും ജനകീയ സമരങ്ങളെ ഞെക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ അന്തകനായി മാറിയിരിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി വിമർശിച്ചു. ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും നടത്തുന്ന സമരങ്ങളെ തല്ലിച്ചതച്ചും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തും അവയൊക്കെ ഭീഷണിപ്പെടുത്തി ഇല്ലെന്നാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അപഹാസ്യമാണ്. ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്
ചെയ്യാൻ തയ്യാറാവണം. ഈ വന്യമൃഗങ്ങളെ അവയെ വനത്തിലും അതോടൊപ്പം തന്നെ സംരക്ഷണ മേഖലയിലുമായി അവയുടെ സംരക്ഷണം പരിമിതപ്പെടുത്തണം. അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ഒരു ഉപദ്രവം ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കൃഷിക്കും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെൻറ്റിൻ്റെതാണ്. വനം മന്ത്രി എന്ന് പറയുന്ന ഇതുപോലെ ഒരു നിർഗുണ പരബ്രഹ്മം, അയാളിങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടൊരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഇവിടെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ അവരുടെ കൃഷിയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഗവൺമെൻറ് വേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രി വേണ്ടത്. അദ്ദേഹം ഇനി എന്തിനാണ് അടുത്ത ദിവസം ഈ ഇവിടെ ഇടുക്കിയിലേക്ക് വരുന്നത് എന്നറിയത്തില്ല. ആളുകൾ ചത്തു കഴിയുമ്പോൾ കളക്ട്രേറ്റിൽ വന്നൊരു യോഗം വിളിച്ചിട്ട് അയാൾ ഒരു പ്രസ്താവന നടത്തിയിട്ട് അങ്ങ് പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല. മുഖ്യമന്ത്രിയാണ് എങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അദ്ദേഹം അറിയുന്നേയില്ല. ഇത്രയധികം ആളുകൾ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നാവ് ഇതുവരെയും ഇതിൻ്റെ നടപടിയെപ്പറ്റി പറയാൻ വേണ്ടി പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും ആളുകളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ഒരു സ്ഥിതി മാറിയേ മതിയോ. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കാട്ടാനക്കലിയിൽ ജില്ലയിൽ പൊലിഞ്ഞത് 5 ജീവനുകൾ. കാട്ടാന ആക്രമണത്തിൽ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ജീവൻ പൊലിഞ്ഞയാളാണ് കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി കൊല്ലപ്പെട്ട് ദിവസങ്ങൾ മാത്രം പിന്നിടവെയാണ് മറ്റൊരു ജീവൻ കൂടി കാട്ടാനയെടുത്തത്. ജില്ലയിൽ കാട്ടാന ആക്രമണം ആവർത്തിക്കപ്പെടുകയാണ്. കാട്ടുമൃഗശല്യം അറുതിയില്ലാതെ തുടരുന്നതിനിടയിലാണ് ഒരു ജീവൻ കൂടി കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ കാട്ടാനക്കലിയിൽ ജില്ലയിൽ പൊലിഞ്ഞത് 5 ജീവനുകളാണ്. കാട്ടാന ആക്രമണത്തിൽ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടമായ ആളാണ് കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര. മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി കൊല്ലപ്പെട്ട ദിവസങ്ങൾ പിന്നിടവെയാണ് മറ്റൊരു ജീവൻ കൂടി കാട്ടാനയെടുത്തത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ആനകൾ നാശം വരുത്തുന്ന സ്ഥിതിക്ക് തെല്ലും കുറവ് വന്നിട്ടില്ല. വേനൽ കടുത്തതോടെ ജനവാസ മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട്. ജനുവരി 23-നുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയായ പാൽരാജ് കൊല്ലപ്പെട്ടിരുന്നു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുക്കളോടൊപ്പം മൂന്നാറിലെത്തിയതായിരുന്നു പാൽരാജ്. ചിന്നക്കനാൽ BL റാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സൗന്ദർരാജ് ആശുപത്രിയിൽ മരിച്ചതും ജനുവരി 8-ന് തോണ്ടിമല പന്നിയാർ സ്ട്രീറ്റിൽ ജോലിക്ക് പോയ തോട്ടം തൊഴിലാളി പരിമളം കാട്ടാനാക്രമണത്തിൽ മരിച്ചതും കാട്ടാനക്കലി തീർത്ത കണ്ണീരോർമ്മകളാണ്. ദിവസങ്ങൾ മുമ്പായിരുന്നു മൂന്നാർ കന്നിമലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മണിയുടെ ജീവൻ കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. മരിച്ചവർക്ക് പുറമെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയുണ്ട്. കാട്ടാന ആക്രമണം ചെറുക്കാൻ ഫലപ്രദമായ പദ്ധതികൾ വേണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് വീണ്ടും വീണ്ടും ജില്ലയിൽ കാട്ടാനകൾ മനുഷ്യജീവനുകൾ കവരുന്നത്. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന്റെ പുരോഗതിക്കായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായി പീരുമേട് MLA വാഴൂർ സോമൻ. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ മാത്രമേ സത്രം എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാവുകയുള്ളൂ. വനം വകുപ്പ് തടസ്സം നിൽക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 70% പൂർത്തീകരിച്ചിരിക്കുകയാണ്. എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകണമെങ്കിൽ അപ്രോച്ച് റോഡ് കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനായി റോഡ് നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനിരിക്കെ വനം വകുപ്പ് തടസ്സവാദവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ പറഞ്ഞു. സത്രം എയർ സ്ട്രിപ്പിന്റെ ജോലികൾ ഏതാണ്ട് 70% പൂർത്തീകരിച്ചതാണ്. നിർഭാഗ്യവശാൽ അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ മുൻപാകെ ഇക്കാര്യത്തിൽ നേരത്തെ തീരുമാനമെടുത്തതാണ്. എന്നാൽ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന നിലപാട് വളരെ നിഷേധാത്മകമാണ്. അപ്രോച്ച് റോഡിൻ്റെ കൂടി പണി തീർന്നെങ്കിലേ നിർബാധം എയർ സ്ട്രിപ്പിലേക്ക് പോകുവാനും വരുവാനും കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ ദിവസം PWD ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. വിവരം ഗവൺമെൻറ്റിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സത്രം എയർ സ്ട്രിപ്പിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി മുൻപാകെ തീരുമാനമെടുത്തതാണ്. എന്നാൽ വനംവകുപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിഷേധാത്മകമാണെന്നും MLA പറഞ്ഞു. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ തടസ്സം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂല നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA പറഞ്ഞു.
ഹൈറേഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് കട്ടപ്പന ഡിവൈഎസ്പി. അടിസ്ഥാനമില്ലാത്ത ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കരുതെന്നും ഡിവൈഎസ്പി PV ബേബി പറഞ്ഞു. കാൽവരി മൗണ്ട് സ്കൂളിൽ നിന്നുള്ള അറിയിപ്പ് എന്ന പേരിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ 1 മിനിറ്റ് 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘത്തെ പലയിടത്തായി കണ്ടുവെന്നും മാതാപിതാക്കൾ കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തു വിടരുതെന്നുമാണ് സന്ദേശത്തിലുള്ളത്. 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കൂടെ ഉറപ്പായിട്ടും മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. കാരണം ഇന്ന് അപരിചിതരായ 1-2 പേരെ നമ്മുടെ പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതുമല്ല, ഇന്നൊരു അരമണിക്കൂർ മുമ്പ് ആ ഭാഗത്തുള്ള ഒരു കുട്ടിയെ ഇതിലൊരാൾ വിരട്ടി ഒട്ടിച്ചു, അദ്ദേഹത്തിന് അതിൽ സിറിഞ്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടി തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിന് പ്രകാരം ദയവ് ചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, അവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരിക്കുക. എന്നാൽ അത്തരത്തിലൊരു സംഭവമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. മറ്റേതോ സ്ഥലത്ത് പ്രചരിച്ച സന്ദേശം സ്കൂളിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും കട്ടപ്പന DYSP PV ബേബി പറഞ്ഞു. സാധാരണ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കൊക്കെ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം പരിഭ്രമവും വേവലാതിയൊക്കെ ഉണ്ടാവാൻ സ്വാഭാവികമാണ്. പക്ഷെ തികച്ചും ആശങ്കപ്പെടേണ്ട ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഓർഗനൈസഡായിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വന്ന് കുട്ടികളെങ്ങനെ തട്ടിക്കൊണ്ടുപോകും, തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമ്മളങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ കുറേയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളും അല്ലെങ്കിൽ മാതാപിതാക്കളും അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ വാഹനങ്ങളായാലും എല്ലാവരും ഈ വക കാര്യങ്ങളിലൊക്കെ വളരെ ജാഗ്രത പുലർത്തുന്നവരാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്ന് നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആശങ്കപ്പെടുന്നതുപോലുള്ള വാർത്തകൾക്ക് അധികം പ്രചാരം കൊടുക്കാതിരിക്കുക, അത് തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ നമ്മൾ പല മീഡിയകളിലൂടെയൊക്കെ നമ്മൾ പറയാറുണ്ട്. കുട്ടികളും മാതാപിതാക്കളും പുറത്തിറങ്ങി പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അപകടങ്ങൾ ഉണ്ടാകാനും അല്ലെങ്കിൽ ഇതുപോലുള്ള 1-2 സംഭവങ്ങൾ ഉണ്ടായതുപോലെ എല്ലായിടത്തും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ പ്രചരിക്കുന്ന അനാവശ്യമായ വാർത്തകൾക്ക് പ്രചരണം കൊടുക്കാതിരിക്കുക. ഇത് തികച്ചും നമ്മൾ ഒരു വിശ്വസിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മൾ ഒരുപാട് പ്രചരണം കൊടുത്ത ആളുകളെ പരിഭ്രമത്തിലാക്കരുത്. പൊഴിക്കര ഉദയ ഗ്രൗണ്ടിനടുത്ത് അപരിചിതരായ ആളുകളെ കണ്ടെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അത്തരമൊരു സ്ഥലം ഇടുക്കിയിലില്ല. ഭയപ്പെടുത്തുന്നതും അടിസ്ഥാനരഹിതവുമായ ഇത്തരം സന്ദേശങ്ങൾ ആളുകൾ ഷെയർ ചെയ്യരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വാത്തിക്കുടി 16ാം കണ്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ IP വിഭാഗം ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ IP വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെ ആരോഗ്യ സുരക്ഷാ രംഗത്ത് വലിയ മാറ്റം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 16ാം കണ്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ പുനരാരംഭിച്ചു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന IP വിഭാഗമാണ് വീണ്ടും ആരംഭിച്ചത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ IP വിഭാഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് സജീവമായി വരുന്നു. അപ്പം 16ാം കണ്ടം ഉൾപ്പെടെയുള്ള ആശുപത്രികൾ കുറെ കൂടി സജീവമാകണം. കഴിയുന്നത്ര ആൾക്കാരുടെ സേവനം ഇവിടെ തന്നെ ലഭ്യമാക്കി കൊടുക്കാൻ കഴിയത്തക്ക പരിചരണ വിഭാഗം കൂടി നമുക്ക് മെച്ചപ്പെടുത്തണം. അതിനൊക്കെ സാധ്യമായ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കരുതല് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു. ഇനിയും ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി നമുക്ക് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചതും ഞാൻ ശ്രദ്ധിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം മിനീഷ ജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ്, ഇടുക്കി BDO മുഹമ്മദ് സബീർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി, ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് എബി തോമസ്, സുനിത സജീവ്, അലിയാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ KM മാണി ഊർജിത ജലസേചന പദ്ധതിയായ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കാമാക്ഷി പാറക്കടവിൽ നടന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കെടുതികളെ കാര്യമായി പ്രതിരോധിക്കുന്നതിനും കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ കാർഷിക ഉൽപാദനം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതി സംസ്ഥാനത്ത് തുടക്കമിട്ടത്. സ്റ്റേറ്റ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആകമാനം നടപ്പാക്കുന്ന KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ സ്കീമിലെ ആദ്യ പദ്ധതിയായ കാമാക്ഷി പാറക്കടവ് നെല്ലിപ്പാറ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കർഷകരുടെ ഉൽപാദന ചെലവും അവരുടെ വരുമാനവും അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിന് കഴിയുന്ന പുതിയ പദ്ധതികളും കൂടി ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ ഏതാണ്ട് 8 മാസക്കാലം കൊണ്ട് ഇത് സഫലീകരിക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും 2024 ഏതാണ്ട് 8-ാം മാസം ഇത് പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ ഗുണങ്ങളും മേന്മകളും മനസ്സിലാക്കാൻ സാധിക്കുകയും കുറേ കൂടി ഇത് വ്യാപകമാക്കാൻ കഴിയുന്ന പശ്ചാത്തലമുള്ള പ്രദേശങ്ങളെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടിച്ചേർന്ന് സെലക്ട് ചെയ്ത് നമുക്കിത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കൂടി പരിശോധിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ആരംഭിക്കുന്ന പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് KM മാണി സാറിൻ്റെ പേരിൽ തന്നെ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്ത് ആദ്യം ഉത്തരവിറക്കി നടപടി ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു പദ്ധതിയുടെ തുടക്കം ഇവിടെ ആരംഭിക്കുന്നതിൽ അതിയായ അഭിമാനവും സന്തോഷവുമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രതിഭാ പുരസ്കാരം കരസ്ഥമാക്കിയ പദ്ധതിക്കായി സ്ഥലം സംഭാവന ചെയ്ത ഭാസ്കരൻ, തേക്കുംകാട്ടിൽ വർഗീസ്, കടുപറമ്പിൽ, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ അൻസു ജോയ് മടിക്കായങ്കൽ എന്നിവരെ മന്ത്രി വേദിയിൽ വെച്ച് ആദരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KIIDC CEO S തിലകൻ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, KG സത്യൻ, ഷാജി കാഞ്ഞമല, റോമിയോ സെബാസ്റ്റ്യൻ, റിജി മുക്കാട്, ചിഞ്ചുമോൾ ബിനോയി തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്തു. ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ആൽമരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രദേശവാസി. ഹെലിബറിയ കിളിപാടി മാലിയപ്പറമ്പിൽ ബിജിയാണ് സമരപ്പന്തലിന് സമീപം നിന്ന് ആൽമരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച സംയുക്ത സമരസമിതി കൺവീനർ നിഭു ജോൺ ശനിയാഴ്ച തുടങ്ങിയ നിരാഹാര സമരം തുടരുന്നതിനിടെയാണ് ബിജി ആത്മഹത്യാ ഭീഷണി മുഴക്കി ആൽമരത്തിന് മുകളിൽ കയറിയത്. വിവരമറിഞ്ഞ നൂറുകണക്കിന് നാട്ടുകാർ സ്ഥലത്തെത്തി. ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. ഹെലിബറിയ എസ്റ്റേറ്റുകാർ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ 2022 നവംബർ 21 മുതൽ 21 ദിവസം നാട്ടുകാർ സത്യാഗ്രഹം നടത്തിയിരുന്നു. പിന്നീടുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥലം വിട്ടുകൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായി. അപ്പോഴേക്കും ആദ്യം അനുവദിച്ച ഫണ്ട് നഷ്ടമായി. തുടർന്ന് PMGSY പദ്ധതിയിൽ ഡീൻ കുര്യാക്കോസ് MP 7.5 കോടി രൂപ അനുവദിച്ചു. മാനേജ്മെന്റിന്റെ അനുമതിയോടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണവും തുടങ്ങി. എന്നാൽ അനുവദിച്ച അളവിൽ കൂടുതൽ സ്ഥലമെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയർക്ക് പരാതി നൽകി. തുടർന്ന് റോഡ് നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവുമുണ്ടായി. ഇതോടെയാണ് സമരസമിതി വീണ്ടും നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത്. സമരം തുടരുന്നതിനിടയിലാണ് മാലിയപ്പറമ്പിൽ ബിജി സമരപ്പന്തലിന് സമീപം നിന്ന ആൽമരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. നിപുനെ ഇത് ബന്ധപ്പെട്ട പീരുമേട് ഏലപ്പാറയിലെ ബീച്ചിലെ ഡോക്ടർ ഉൾപ്പെടെ വന്ന് പരിശോധിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തോടെ പ്രകാരം ഞങ്ങൾ അവിടെ നിപുനെ മാറ്റുന്നുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരത്തിന്റെ മണ്ടയിൽ സമരസമിതിയുടെ കഴിഞ്ഞ പ്രവർത്തകനും കഴിഞ്ഞ പ്രാവശ്യം നിരാഹാരം കടന്ന ബിജി MJ ഞങ്ങളെ വിളിക്കുന്നത്. ഞാൻ മരത്തിന്റെ മണ്ടയിലാണ്, ഇങ്ങനെ പ്രശ്നങ്ങൾ നീണ്ടുകൊണ്ട് പോയ കാര്യം എന്ന് സത്യാഗ്രഹം കിടക്കാൻ ഒക്കത്തില്ല, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടി മരിക്കുമെന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അപ്പം തന്നെ കൂടി ബിജി അവിവേകമൊന്നും കാണിക്കലെന്ന് പറയുകയും ബന്ധപ്പെട്ട പോലീസ് അധികാരികളെയും ഫയർഫോഴ്സിനെയൊക്കെ അറിയിച്ചു. ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അറിയിപ്പ് കൊടുത്തു. അതുപ്രകാരം പീരുമേട്ടിന് ഫയർഫോഴ്സും പോലീസും അത് വന്നു. ഇവിടെ ഒരു ചർച്ചയിലൂടെ തീർന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പ്രശ്നം പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരാണ് ബിജിയെ ഞങ്ങൾ അനയിപ്പിച്ച് താഴെ ഇറക്കിയിരിക്കുന്നത്. പീരുമേട്ടിൽ നിന്നും പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പീരുമേട് CIയുടെ നേതൃത്വത്തിലും തിങ്കളാഴ്ച ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലും ചർച്ച നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് സബ് കളക്ടർ അരുൺ S നായരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ പഞ്ചായത്ത് പടിക്കൽ ഏകദിന ഉപവാസ സമരം നടത്തി. LDFിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അഴിമതി നിറഞ്ഞ ഭരണമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചാണ്
ഉപവാസ സമരം നടത്തിയത്. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയിൽ വിളക്കുകൾ സ്ഥാപിക്കാതെ ബില്ല് മാറിയെന്നും അറവുശാലയ്ക്ക് സ്ഥലമെടുത്തതിൽ നിലവിലുള്ള വിലയേക്കാൾ ഇരട്ടി വിലയാണ് നൽകിയതെന്നും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചതിലും വൻ അഴിമതി നടന്നെന്ന് ആരോപിച്ചുമാണ് പഞ്ചായത്ത് പടിക്കൽ UDF അംഗങ്ങൾ ഏകദിന ഉപവാസ സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ കെ ആന്റണി സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുവാൻ ഇനി 24 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ മുമ്പിൽ. ഈ മാർച്ച് മാസം 6-ാം തീയതി മാർച്ച് മാസം 30-ന് മുമ്പ് ഒരു വർഷത്തെ പദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കിയിരിക്കണം. നടപ്പാക്കി ബില്ല് മാറിയെങ്കിൽ മാത്രമേ ആ പദ്ധതി പൂർണ്ണമാക്കാൻ കഴിയൂ. പക്ഷേ ഈ പഞ്ചായത്തിലെ പദ്ധതികളുടെ സ്ഥിതി എന്താ? ഇപ്പോഴും പ്രോജക്റ്റുകൾ ചേഞ്ചിന് വേണ്ടി കൊടുക്കുന്ന നിലയിലേക്ക്, DPCയുടെ അംഗീകാരത്തിന് പദ്ധതികൾ കൊടുക്കുന്ന നിലയിലേക്ക് ഉള്ള അവസ്ഥയിലാണ് പല പദ്ധതികളും. നടപ്പാക്കാൻ തുടങ്ങിയ പദ്ധതികൾ ആ പദ്ധതികൾ പൂർണ്ണമാക്കാതെ, ആ പദ്ധതികൾ പരിപൂർണമാക്കാതെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന അവസ്ഥ. അതിന്റെ നഷ്ടമാർക്കാണ് സംഭവിക്കുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. പ്രതിപക്ഷ അംഗങ്ങളായ പ്രദീപ്, ബിജിമോൻ തോമസ്, മിനി ബിബിൻ തുടങ്ങിയവർ ഉപവാസ സമരം നടത്തി. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, അനീഷ് ജനക്കര, വിജയകുമാർ മറ്റക്കര, തങ്കച്ചൻ കാരക്കാവലിൽ, ആലീസ് ഗോപുരത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരായ പോലീസ് കയ്യേറ്റത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ഉപ്പുതറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. നേര്യമംഗലം കാട്ടാന ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെതിരെയുള്ള പോലീസ് കയ്യേറ്റത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കലയടങ്ങാതെ കാട്ടുമൃഗങ്ങൾ ജീവനെടുക്കുമ്പോൾ നിസ്സംഗരായി സർക്കാരും വകുപ്പുകളും മാറിയിരിക്കുകയാണെന്നും ജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്ന ജനപ്രതിനിധികളെയും കോൺഗ്രസ് നേതാക്കളെയും പോലീസിനെ ഉപയോഗിച്ച് ആക്രമിച്ചത് പ്രതിഷേധകരമാണെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു. കേരളത്തിലെമ്പാടും വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യമാണ്. ഇന്നലെ നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധികയുടെ ജീവൻ നഷ്ടപ്പെട്ടുമ്പോൾ അതിനെതിരെ പ്രതികരിച്ച ബഹുമാന്യായ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെയും മാത്യു കുടനാടനും എറണാകുളം DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെ തെരുവോരങ്ങളിൽ അടിച്ചമർത്തുന്ന സമീപനവുമായി പിണറായി വിജയന്റെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ആ പിണറായി വിജയൻ പോലീസിന്റെ കയ്യേറ്റത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. ഇവിടെ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളും നോക്കുകുത്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. പ്രതിഷേധ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടിനു ദേവസ്യ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ സുഭാഷ് മഠത്തിൽ, ആൽബിൻ PR, സന്തോഷ് രാജൻ, ബോബിൻ ചോയി, ലിബീഷ് ലാലിച്ചൻ, ലിൻജോ ജോസഫ്, ജിതിൻ ജോസഫ്, അമൽ സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് വാത്തുകുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിനെയും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെയും എറണാകുളം DCC പ്രസിഡന്റിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. വന്യമൃഗ ആക്രമണത്തിൽ മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പിന്തുണയുമായി കോതമംഗലത്ത് MP ഡീൻ കുര്യാക്കോസും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും എറണാകുളം DCC പ്രസിഡന്റും നടത്തിയ പ്രതിഷേധത്തിൽ അന്യായമായി പോലീസ് അക്രമം അഴിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, DCC സെക്രട്ടറി KB സെൽവം, കർഷക കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളിൽ, SC/ST മുൻ കമ്മീഷൻ അംഗം KK മനോജ്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബുഷ്മോൻ കണ്ണഞ്ചിറ, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ, ഐപ്പ് അറുകാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുന്നതിനെത്തിച്ച അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കടത്താനെത്തിച്ച ലോറിയടക്കം മൂന്നാർ പോലീസ് പിടികൂടി. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
11 ചാക്ക് അരി, ഗോതമ്പ്, ആട്ട എന്നിവയും കടത്താനുപയോഗിച്ച മിനി ലോറിയും പോലീസ് പിടിച്ചെടുത്തു. മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളി വാണിയപ്പുരയ്ക്കൽ എം നൌഷാദാണ് അറസ്റ്റിലായത്. മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന റേഷൻ സാധനങ്ങൾ കടത്തിയ മിനി ലോറിക്ക് പൈലറ്റ് പോയ മൂവാറ്റുപുഴ സ്വദേശി ഫാസിൽ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:45 മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കൊരണ്ടക്കാട് സ്വകാര്യ സ്കൂളിന് സമീപം വെച്ചാണ് റേഷൻ സാധനങ്ങളുമായി വന്ന ലോറി പോലീസ് തടഞ്ഞു പരിശോധിച്ചത്. ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെയാണ് റേഷൻ കടകളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് കണ്ടെത്തിയത്. അരിയടക്കമുള്ള സാധനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. ഇന്നലെ കിട്ടിയൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ളതാണ്. ഒന്ന് സാമ്പിൾ എടുക്കുക, നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൊഴിലാളികൾക്ക് വിതരണത്തിനായി എത്തിക്കുന്ന റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വ്യാപകമായി വിൽക്കുന്നതായി തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നതിനായി അരിയടക്കം വാഹനത്തിൽ കയറ്റിയത് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിവരം പോലീസിന് കൈമാറി. മൂന്നാർ CI രാജൻ കെ അരമനയുടെ നേതൃത്വത്തിലാണ് വാഹനം പിടികൂടിയത്. ക്വാളിറ്റി ഓഫീസർ രേഷ്മ രാജേന്ദ്രൻ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. ആധാരമെഴുത്ത് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. സാമ്പത്തിക പ്രതിസന്ധിയും വസ്തുവിന്റെ താരിഫ് വില ഉയർന്നതും നിർമ്മാണ നിരോധനവും വസ്തു കൈമാറ്റം ഗണ്യമായി കുറഞ്ഞതും മേഖലയെ പ്രതിസന്ധിയിലാക്കിയതായി സമ്മേളനം വിലയിരുത്തി. വസ്തു കൈമാറ്റം ഗണ്യമായി കുറഞ്ഞതോടെ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. വിരമിച്ച സർക്കാർ ജീവനക്കാരുടെ കടന്നുകയറ്റം കാലങ്ങളായി ഉപജീവനം നടത്തിയിരുന്നവർക്ക് അവസരമില്ലാതാക്കി. പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് ആധാരമെഴുത്തുകാരെ മേഖലയിൽ നിന്നും തുടച്ചു നീക്കാൻ ടെംപ്ലേറ്റ് സംവിധാനം നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നതും സമ്മേളനം ചർച്ച ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായാണ് ആധാരമെഴുത്തുകാർ സമ്മേളന വേദിയിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TS ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, സംഘടനാ നേതാക്കളായ A അൻസാർ, P അനൂപ്, നവാസ് ഷേർഖാൻ, KV തോമസ്, ബെന്നി കല്ലുപുരിയിടം, KV വേണുഗോപാലൻ നായർ, KA അജിത് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ വാളാടി സെന്റ് മാത്യൂസ് സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ സംഗമവും നടന്നു. സ്പോർട്ടീവ 2K24 എന്ന പേരിൽ നടന്ന വാർഷികാഘോഷം പീരുമേട് MLA വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെയും നിർധന കുടുംബങ്ങളിലെയും കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി 1979 ദേവപ്രസാദം എന്ന പേരിൽ ഒരു ട്യൂഷൻ സെന്ററായാണ് ഇന്നത്തെ സെന്റ് മാത്യൂസ് സ്കൂളിന്റെ തുടക്കം. പിന്നീട് 1983 വിദ്യാലയത്തിന് അംഗീകാരം ലഭിച്ചത്. സെന്റ് മാത്യൂസ് LP സ്കൂളായി പ്രവർത്തനം തുടങ്ങിയ സ്കൂൾ പിന്നീട് നിരവധി പുരസ്കാരങ്ങളും നേടി. വിദ്യാഭ്യാസ രംഗത്ത് 41 വർഷത്തെ സേവനം നിറവിലെത്തിയിരിക്കുകയാണ് നിലവിൽ സ്കൂൾ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെയാണ് വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന ഉദ്ഘാടന യോഗത്തിൽ പീരുമേട് AEO M രമേശ് അധ്യക്ഷനായിരുന്നു. വാഴൂർ സോമൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കവിവാക്യം ഇങ്ങനെയാണ്: ഉണ്ണിക്കിടാങ്ങൾ പിഴച്ചുകാൽ വയ്ക്കിലും കണ്ണിനു കൗതുകമുണ്ടാവും പിതാക്കൾക്ക്. കുട്ടികളുടെ ഈ പരിപാടികളൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സഹപ്രവർത്തകരെയും സഹപാഠികളെയും എല്ലാം സംബന്ധിച്ച് ആനന്ദം പകരുന്ന ഒരു കാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. വിദ്യാഭ്യാസ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്റർ കൗൺസിൽ അംഗം ആന്റണി ആലഞ്ചേരി നിർവഹിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ്, PTA പ്രസിഡന്റ് സോജൻ വള്ളിപ്പറമ്പിൽ, BRC കോർഡിനേറ്റർ ആര്യ വിനീത്, HML എസ്റ്റേറ്റ് മാനേജർ സോമയ്യ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പറയെടുപ്പ് വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ നടന്നു. ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ P നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പറയെടുപ്പ് നടന്നത്. ചരിത്ര പ്രാധാന്യമുള്ള പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക പുണ്യപുരാതന ക്ഷേത്രമായ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം മാർച്ച് 8 വിശേഷാൽ പൂജകളോടും വിവിധ കലാപരിപാടികളോടുകൂടിയുമാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിൽ പറയെടുപ്പ് നടന്നത്. വണ്ടിപ്പെരിയാർ ചോറ്റുപാറ ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് പറയെടുപ്പ് ആരംഭിച്ചത്.
ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി, ചോറ്റുപാറ ഗണപതി ക്ഷേത്രം മേൽശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പറയെടുപ്പിന് തുടക്കം കുറിച്ചു. തുടർന്ന് വണ്ടിപ്പെരിയാർ 62-ാം മൈൽ, 63-ാം മൈൽ, നെല്ലിമല, വാലാടി, കറുപ്പുപാലം, കരടിക്കുഴി എന്നിവിടങ്ങളിലാണ് പറയെടുപ്പ് നടന്നത്. ശിവരാത്രി ദിനത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിലും പറയെടുപ്പ് നടക്കും. തങ്കമണി സംഭവവുമായി ബന്ധപ്പെട്ട് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ദിലീപ് പ്രധാന വേഷത്തിൽ അഭിനയിച്ച തങ്കമണി എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നു. 1986-ൽ തങ്കമണി ഗ്രാമത്തിൽ സ്വകാര്യ ബസ് സർവീസുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളാണ് തങ്കമണി ഗ്രാമത്തെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടാൻ ഇടയാക്കിയത്. തങ്കമണി എടാ, നമ്മളത് ചെയ്യത്തില്ലാന്ന് തീരുമാനിച്ചല്ലടാ. ചെറിയ തോതിൽ വിവാദങ്ങൾക്കിടയിലും സിനിമ റിലീസാകുമ്പോൾ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രധാന വേഷം ചെയ്ത കട്ടപ്പനക്കാരൻ കൂടിയായ അനീഷ് ആനന്ദ്. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അത് മനോഹര ഒരു പാട്ടുണ്ട്. BT അനിൽകുമാർ സാർ എഴുതിയ പാട്ട്, പെണ്ണിൻ്റെ പേരല്ല തങ്കമണി, എന്താ നാടിൻ്റെ പേരല്ലോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എല്ലാവരും കേട്ട് കഥകളി തരംഭിച്ചിരിക്കുന്ന പാട്ടാണത്. പിന്നെ ഈ വിവാദം നമുക്ക് ഈ സിനിമയിൽ സംബന്ധിച്ച് യാതൊരുവിധ പ്രസക്തിയില്ല. കാരണം നമുക്ക് പബ്ലിസിറ്റി പോയിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ എനിക്കൊരു ക്യാരക്ടർ വേഷം കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു. തങ്കമണിയിൽ അന്ന് നടന്ന സംഘർഷവും പോലീസ് അതിക്രമവുമൊക്കെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങൾ കൂടിയാണ്. ചിത്രീകരണത്തിന് ശേഷം സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഉണ്ടായെങ്കിലും അവയെല്ലാം സിനിമയ്ക്ക് പ്രയോജനം ചെയ്തെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. തൃക്കാക്കര അക്ഷയ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ സംയോജിത പോഷകാഹാര ജീവന രീതിയുടെ ശിബിരം വാഗമണ്ണിൽ ആരംഭിച്ചു. ജനിതകപരമായി ഉണ്ടാകുന്ന രോഗങ്ങളെ മാറ്റിയെടുക്കുക എന്നതാണ് ശിബിരത്തിന്റെ ലക്ഷ്യം. ആരോഗ്യ ജീവിതത്തിൽ പോഷകാഹാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സാധ്യതകൾ സമന്വയിപ്പിച്ച് നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കോട്ടയം ഗാന്ധി സ്മാരക കേന്ദ്രം പ്രസിഡന്റ് M. കുര്യൻ നിർവഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ പ്രൊഫസർ ജോജോ പോൾ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ SR സുജിത്ത്, പ്രൊഫസർ ആന്റണി ജോർജ്, പ്രൊഫസർ അഗസ്റ്റിൻ, EV ജോസഫ്, ജെയിംസ് ബേബി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാഴ്ച പരിമിതിയെ തോൽപ്പിച്ച് പീരുമേട് സ്വദേശിനിയായ പ്രിയമോൾ ഇതുവരെ നേടിയത് തന്റെ വീട്ടിലെ ഷോക്കേസ് നിറയ്ക്കുവാൻ തക്കവണ്ണമുള്ള പുരസ്കാരങ്ങളാണ്. ഒപ്പം അവസാനമായി പ്രിയമോളെ തേടിയെത്തിയത് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വണ്ടർ ഗേൾ വിഭാഗത്തിൽ URB ഗ്ലോബൽ അവാർഡും. പീരുമേട് തോട്ടാപ്പുര സ്വദേശികളായ കണ്ടത്തിൽ മാത്യു, ആശാ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ ആളാണ് പ്രിയ. ഇത് പ്രിയമോൾ. പീരുമേട് തോട്ടാപ്പുര കണ്ടത്തിൽ മാത്യു, ആശാ ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവൾ. 95% കാഴ്ചശക്തിയില്ലാത്ത പ്രിയമോൾ ഇതുവരെ തന്റെ പരിമിതിയെ അതിജീവിച്ച് നേടിയ പുരസ്കാരങ്ങൾ വീട്ടിലെ ഷോക്കേസ് നിറച്ചു കഴിഞ്ഞു. ഏഴാം ക്ലാസ് മുതലാണ് പ്രിയയിലെ കലാവാസനകൾ മാതാവ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇത് മകൾ പഠിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി അസിസി സ്പെഷ്യൽ സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇവിടുത്തെ അധ്യാപകരുടെ പരിശീലനവും പ്രോത്സാഹനവുമാണ് ഇത്രയും പുരസ്കാരങ്ങൾ നേടുവാൻ കാരണമായതെന്ന് പ്രിയമോൾ പറയുന്നു. എൻ്റെ പേര് പ്രിയ മാത്യു. ഞാനിപ്പോൾ +2 ആണ് പഠിക്കുന്നത്. ബാലികാമഠം ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമുല്ലപുരം അവിടെയാണ് പഠിക്കുന്നത്. 1 തൊട്ട് 7 വരെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. അസിസി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്. അവിടെ നിന്നാണ് എൻ്റെ കഴിവിൻ്റെ ഓരോ സ്റ്റെപ്പുകളും, അവരാണ് എൻ്റെ കഴിവിൻ്റെ എല്ലാം. അവിടെ നിന്നാണ് എൻ്റെ ഓർമ്മ വെക്കുകയാണെങ്കിൽ എൻ്റെ ഓരോ കഴിവുകളും കണ്ടുപിടിച്ച് ഓരോ മേഖലയിലുമുള്ള കഴിവുകളെ തെളിയിച്ചവർ അവരാണ്. അവിടുന്ന് പിന്നെ ഇത്രയും വരെ ഞാൻ എത്തി. 8, 9, 10 അവിടെ ആ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അച്ചമ്മ സ്കൂളിലാണ് പഠിച്ചത്. 10ൽ 87% മാർക്കുണ്ടായിരുന്നു. ഇപ്പോൾ +2 പഠിക്കുന്നു. എൻ്റെ കഴിവിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമ്മയാണ്. എൻ്റെ പാട്ട് ജസ്റ്റ് ആദ്യമായിട്ടൊരു പാട്ട് പഠിപ്പിച്ചു. അത് പള്ളിയിൽ കൊണ്ടുപോയി പ്രകടിപ്പിക്കാൻ കാണിച്ചത് അമ്മയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓരോ കഴിവുണ്ടെന്നും വീട്ടിൽ നിന്ന് തെളിയിച്ചു. അത് കഴിഞ്ഞ് സ്കൂളിൽ എൻ്റെ സിസ്റ്റേഴ്സ്,
എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. കൂടാതെ എൻ്റെ ഇടവകയിലെ അച്ഛനായാലും ഇടവക അംഗങ്ങളായാലും നാട്ടുകാരായാലും സപ്പോർട്ടാണ്. എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കാഴ്ചപരിമിതിയുടെ ലോകത്ത് നിന്ന് പ്രിയമോൾ 10ാം തരം പാസ്സായത് 87% മാർക്കോടെയാണ്. തിരുവല്ല തിരുമൂലപുരം ബാലികാമഠത്തിൽ ഇപ്പോൾ +2 പഠിക്കുന്ന പ്രിയമോളുടെ ആഗ്രഹം സ്പെഷ്യൽ BEd എടുത്ത അധ്യാപിക ആകണമെന്നാണ്. പഠനത്തോടൊപ്പം കഥ പറച്ചിൽ, കഥാരചന, കവിതാരചന, പ്രസംഗം, ലളിതഗാനം എന്നിവയ്ക്ക് പുറമെ മുത്തുകൾ ഉപയോഗിച്ചുള്ള ആഭരണ നിർമ്മാണം, കുട്ടനെയ്ത്ത് എന്നിവയാണ് പ്രിയയുടെ കഴിവുകൾ. സ്വന്തമായി ഒരു ലാപ്ടോപ്പ് എന്നത് പ്രിയമോളുടെ ആഗ്രഹമായിരുന്നു. എന്നാൽ ലോട്ടറി വിൽപ്പന നടത്തി കുടുംബത്തിന്റെ ഉപജീവനം നടത്തുന്ന പിതാവിന് ഈ ആഗ്രഹം സാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാധ്യമ വാർത്തയെ തുടർന്ന് ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രാസനാധിപൻ സക്രിയോസ് മോർ സേവോറിയോസ് മെത്രോപൊലിത്ത ലാപ്ടോപ്പ് സമ്മാനമായി നൽകി. ഇക്കഴിഞ്ഞ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത് 3 ഇനങ്ങളിലും പ്രിയമോൾ A ഗ്രേഡ് നേടി. കാഴ്ചപരിമിതിയെ അതിജീവിച്ച പ്രിയമോൾ നേടിയ പുരസ്കാരങ്ങൾ കണക്കിലെടുത്താണ് കൽക്കട്ട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വണ്ടർ ഗേൾ വിഭാഗത്തിൽ URB ഗ്ലോബൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലോട്ട് 111, വിൽപ്പനയ്ക്ക് വന്നത് 18,631, വിൽപ്പന നടന്നത് 17,555, കൂടിയ വില 1,798, ശരാശരി വില 1,356. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടിയ വില 1,400, ഏലം ശരാശരി വില 1,200, കാപ്പിപ്പരിപ്പ് 265, ഗ്രാമ്പു 950, കൊക്കോ 150, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 5,970 രൂപ, വെള്ളി 78. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്യമൃഗ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം നടന്നത് 12-ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പങ്കെടുക്കുന്ന സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെത്തിയ ജനപ്രതിനിധികൾ അതാത് മേഖലകളിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. കാഞ്ചിയാർ കോവിൽമലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷം. പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന കൃഷികൾ നശിപ്പിച്ചു. വന്യജീവികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ സർക്കാരും വനം വകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പിന്റെ പുരോഗതിക്കായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായി പീരുമേട് MLA വാഴൂർ സോമൻ. വനം വകുപ്പ് തടസ്സം നിൽക്കുന്ന വിവരം സംസ്ഥാന സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും MLA. ഹൈറേഞ്ചിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് പോലീസ്. അടിസ്ഥാനമില്ലാത്ത ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കരുതെന്ന് കട്ടപ്പന DYSP PV ബേബി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.